ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു റോഡുണ്ട്. മേഘങ്ങളും കോടമഞ്ഞും ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളും പിന്നെ കണ്ടാൽ നോക്കി നിന്നു പോകുന്ന തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ആ റോഡിന്റെ കൂട്ടുകാർ. ചില സമയത്ത് ഈ കൂട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ച് ആ റോഡിനെ കാണുവാനെത്തും. അതൊരു ഒന്നൊന്നര കൂടിച്ചേരലായിരിക്കും. ആ സമയത്ത് അതിൻ്റെ ഇടയിലൂടെ ഒരു ബൈക്കുമായിട്ട് പോകണം. ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ ആ റൈഡ് നിങ്ങൾക്ക് തുടരാൻ പറ്റില്ല. പറഞ്ഞു വന്നത് എത്ര പോയാലും മടുക്കാത്ത, എത്ര കണ്ടാലും കൊതി തീരാത്ത മൂന്നാറിന്റെ സ്വന്തം ഗ്യാപ്പ് റോഡിനെ പറ്റിയാണ്. വെറുതെ മഞ്ഞുകൊണ്ടൊരു റൈഡിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ 2 ദിവസം ഞങ്ങൾ ആ റോഡിൽ കിടന്ന് കറങ്ങി. കൂട്ടിന് പുതിയ കുറെ ആൾക്കാരെ കിട്ടി. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. പൂപ്പാറയിൽ നിന്ന് തുടങ്ങുന്ന ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതെങ്ങനെ ഗ്യാപ്പ് റോഡും മൂന്നാറും ഒക്കെ കാണാൻ വേണ്ടിയുള്ള യാത്ര ഇവിടെയാണ് നമ്മൾ താമസം കേട്ടോ. ശാന്തമ്പാറയിലെ എന്താണ് നീല ലോഡ്ജ്. 800 രൂപ ഒരു ദിവസം റൂമിന്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഓഫ് റോഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ കിടന്നു. ഇന്നലെ വെറുതെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വർക്കൊക്കെ തീർത്തു. അപ്പോൾ ഇന്ന് പോവാണ്. രാവിലെ ഇറങ്ങാൻ ഓർത്താണ്, നടന്നില്ല. ഇന്നലെ കിടന്നപ്പോൾ വെളുപ്പിനെ 4 മണിയായി. ഇതൊക്കെയാണ് റിയാലിറ്റി. നിങ്ങൾ പറയും വീഡിയോ ഇടുന്നില്ല. മനുഷ്യനോട് ഉറക്കം പോലും ഇല്ലതെയോ. അപ്പോൾ അതാണ് പരിപാടി. അപ്പം ചുമ്മാ ഗ്യാപ്പ് റോഡൊക്കെ കയറി ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഗ്യാപ്പ് റോഡിലെ ഒരു പരിപാടി. വെളുപ്പിനെ പോകാൻ ഓർത്താണ്. അങ്ങനെയാണ് ആ മഞ്ഞൊക്കെ കയറിയിരിക്കുന്ന കുറച്ച് നല്ല നല്ല സാധനങ്ങൾ കിട്ടിയേനെ. അവിടെ നമ്മുടെ പൂപ്പാറയിൽ നമ്മുടെ ഒരു കുടുംബക്കാരൻ വന്നിട്ട് 1.5 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. നല്ല കട്ട പോസ്റ്റ് കൊടുത്ത് നിർത്തിയേക്കും ആശാനെ. ശാന്തമ്പാറ ടൗണിനോട് യാത്ര പറയുകയാണ്. നമ്മളിത് ഇവിടെ 2 ദിവസം കംപ്ലീറ്റ് ഫുഡ് വെച്ച് വിടുന്ന കേട്ടോ. സ്വാഗതം നമ്മുടെ ഹാരിസൻ്റെ കടയിൽ നിന്ന്. നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. ലെറ്റ്സ് ഗോ ടു പൂപ്പാറ ഫസ്റ്റ്. അവിടെ നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി കയറി നേരെ മൂന്നാറ്. ക്ലൗഡൊക്കെ ഉള്ളതുകൊണ്ട് രസം ഉണ്ടായിരിക്കും. അറിഞ്ഞുകൂടാ, നോക്കാം. നമ്മൾ ഈ വഴി കൂടെ ഇങ്ങനെ ഓടിയിട്ടേ പൂപ്പാറ എത്തുകയല്ലേ. എത്തുന്നതിന് തൊട്ട് മുമ്പ് കിട്ടില്ല വ്യൂ ആട്ടോ. നല്ല 2 സൈഡിൽ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണേ. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എന്നിട്ട് നടുക്കൂടെ ഈ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. കാറ്റാടി മരം, എന്തോ ഒരു മരമാണ്. അതിങ്ങനെ നിപ്പുണ്ട്. ഇതൊരു പ്രത്യേക ലുക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കുറേ ഏരിയ ഇങ്ങനത്തെ ലുക്കാണേ. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് വരുമ്പോഴും കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് പൂപ്പാറ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു നിങ്ങൾ പൂപ്പാറ. ഇത് വിശ്വവിഖ്യാതമായ നമ്മൾ ഇഷ്യൂ ഉണ്ടായ പെട്രോൾ പമ്പൊക്കെ അത് ആ വഴിക്കാണ്. പുള്ളിയെപ്പറ്റി മൊത്തത്തിൽ അത്ര നല്ല അഭിപ്രായമല്ലെന്നാണ് കേട്ടത്. എല്ലാവരുമായിട്ടും പ്രശ്നമാണ്. ഹൈക്കോർട്ടിലൊക്കെ കേസുണ്ടെന്ന് ബാത്റൂം തുറന്നു കൊടുക്കാത്തതിന്. എന്തൊക്കെയാണോ ആർക്കറിയാം. പൂപ്പാറ അത്യാവശ്യം നല്ലൊരു ടൗണാണ്. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര വിലയാണ് സ്ഥലത്തിന്. 40 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഇവിടുത്തെ വാല്യുവേഷൻ അറിയാൻ കഴിഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കൂടുതലും കമ്പനിയുടെ സ്ഥലങ്ങളായതുകൊണ്ട്, അതായത് ഇങ്ങനെ മറ്റേ പ്രൈവറ്റ് സ്ഥലങ്ങൾ കുറവാണ്, ആളുകളുടെ സ്ഥലങ്ങളെ കുറവാണ്. അതുകൊണ്ട് ഉള്ള സ്ഥലത്തിന് മുടിഞ്ഞ ഡിമാൻഡാണെന്ന് കേട്ടെ. അയ്യോ, ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട്. നമ്മുടെ ചെങ്ങായി എവിടെയോ ഉണ്ട്. ഞാൻ വിളിച്ചു നോക്കാം. ഓ എൻ്റെ അമ്മ, ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ നോക്കിയേ. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ ഇന്ന്. എല്ലാം പുറത്തുള്ളവർ, ഇവിടെ ഉള്ളവരൊന്നും ഇല്ല. കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല ഇവിടെ. ഈ വഴിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പെട്രോൾ പമ്പ് ഉള്ളത്. നേരെ തേനി, ബോധ്യമെട്ട് തേനി ആ വഴി കേട്ടോ. അത് അടിപൊളിയാണ് ആ റോഡും. തേനി തേക്കടി തേനി രാജാക്കാട്, തമിഴ്നാട് ബസ് പോകുന്നു. വെൽക്കം ടു ദ വീഡിയോ. താങ്ക് യു. എവിടുന്നാ വന്നേ? ഞാൻ ഉഴവൂർന്ന് വരുവാണോ? ഇതിനു വേണ്ടി വന്നാണോ? അയ്യോ, ഞാൻ ഓർത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്ന്. ഓ അങ്ങനെ വന്നാണോ? ആ ഇത് കൊള്ളാം. കണ്ടോ, അതാണ് അപ്പോൾ പൂപ്പാറ ടൗൺ കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറേ മധ്യപ്രദേശിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഉള്ള വണ്ടികളുണ്ട്. മറ്റേ ട്രാക്സ് അല്ലേ, ഒത്തിരി ആൾക്കാർ കയറ്റി വരുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ വരും, വന്നിട്ട് ഇവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനത്തെ പരിപാടി. തേയിലത്തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരാട്ടോ. ഫുള്ള് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാപ്പ് റോഡ് കയറാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറേ രസമുള്ള സ്ഥലങ്ങളുണ്ട്, എല്ലാം കാണിച്ചു തരാം. പോവാം. ഇതൊരു നാഷണൽ ഹൈവേ ആണെങ്കിൽ കൂടി പറഞ്ഞു വരുമ്പം ഇതൊരു ബൈപ്പാസ് പോലെയാണ്. അതായത് നമുക്ക് മൂന്നാർ പെട്ടെന്ന് എത്താൻ പറ്റും. ഈ റോഡ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ കറങ്ങി ചുറ്റി എത്ര വരെ പോകണമെന്നറിയാമോ? ആനച്ചാൽ വഴിയൊക്കെ കയറി ഇങ്ങനെ കറങ്ങി വേണം നമുക്ക് മൂന്നാർ എത്താനായിട്ട് ഈ വഴിക്ക് വരുമ്പോഴത്തേക്കിനും. സോ ഇത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് മൂന്നാർ ആക്സസ് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും കിടിലൊരു ഓപ്ഷനാണിത്. ശരിക്കും എന്തോരം വന്നാലും ഒരു മടുപ്പും തോന്നാത്തൊരു റോഡാണ് നമ്മുടെ സ്വന്തം മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡ്. ഇവിടെ മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ വരുന്നില്ല, ബ്രാൻഡ് വർക്കുകളൊക്കെ, മൊബൈൽ ഫോണിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങ് കയറി വന്നാൽ ഇവിടുന്ന് ഈസി ആയിട്ട് ചെയ്തിട്ട് പോകാം. അതായത് ഇഷ്ടംപോലെ ഫ്രെയിംസ്, ഇഷ്ടംപോലെ ലൊക്കേഷൻസ്. പിന്നെ ഡ്രോൺ ഷോട്ടൊക്കെ അടിക്കാനാണെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടെ. ഒരു മൂടാണ്.
രാവിലെ വരുവാണെങ്കിൽ ഇവിടുത്തെ ഒരു കാഴ്ചയുണ്ട്. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പൂപ്പാറയിൽ നിന്ന് കുറച്ചിങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു ചായക്കടയുണ്ട് കണ്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആനയിറങ്കൽ, അവിടെ ഇറങ്ങുമ്പോൾ ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. കോടയൊക്കെ മൂടി കിടക്കുന്നു, നല്ല മൂഡ് പരിപാടി. അപ്പോൾ കുറച്ച് ചെക്കന്മാർ കണ്ടു, നമ്മളുടെ വണ്ടി പഞ്ചറായി, നമ്മളതെല്ലാം സെറ്റാക്കി. സമയം നെല്ലുപൂലായിട്ടുണ്ട്. സിജിയണ്ണൻ പോസ്റ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എത്തണേലേ ഇച്ചിരി താമസമാണ്. അല്ലേ തന്നെ ഞാൻ സ്ലോയാ, 2 ദിവസം മിനിമം എടുക്കും. സ്ഥലം കാണുന്ന മാത്രമല്ലല്ലോ യാത്ര എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ നിൽക്കണം, ടൈറ്റ് വെച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ ലൈറ്റൊക്കെ മാറിയില്ലേ? ഉച്ച കഴിഞ്ഞ് ആ വെയിലൊക്കെ കംപ്ലീറ്റ് മാറി, ഫുള്ള് ക്ലൗഡ്. ദിസ് ഈസ് ദ റിയൽ ബ്യൂട്ടി ഓഫ് ഗ്യാപ്പ് റോഡ് ഗായ്സ്. ഞാൻ ചാർജായി, വിശക്കണമുണ്ട് എന്നാലും കുഴപ്പമില്ല. നോക്ക് കളർ നോക്ക്, ഇനിയത്തെ കളർ നോക്ക്. ആനയിറങ്കൽ ഡാം. ആന ഇറങ്ങി വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു പേര് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് ഇവിടുന്ന് മൂന്നാർ വരെ എനിക്ക് തോന്നുന്നത് 38 കിലോമീറ്ററാണ് തോന്നുന്നു. ഒന്ന് നോക്കാം. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ആനയിറങ്കൽ ഡാമിൽ ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൂപ്പാറയിൽ നിന്ന് മൂന്നാർ ദേവികുളം വഴി അവിടം വരെയുള്ള ടൗൺ വരെയുള്ള സ്ട്രെച്ച് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഹെവിലി ബ്യൂട്ടിഫുള്ളാണ്. ചുമ്മാ നിർത്തി പതിയെ വണ്ടി ഓടിച്ച് പോവുക, ഓരോ സ്ഥലത്തും ഇറങ്ങുക, ചായ കുടിക്കുക. ഈ റോഡൊന്ന് ഗ്ലാസ്സൊക്കെ വണ്ടിയിൽ നിന്ന് താത്ത്, കാറിനൊക്കെ വരുന്നെങ്കിലേ ഗ്ലാസ്സൊക്കെ താത്തിട്ട് തലയൊക്കെ പതിയെ പുറത്തിട്ട്, ഒത്തിരി ഇടല്. ഇവിടുത്തെ ഈ പച്ചപ്പ് ഹരിതാഭയൊക്കെ ആസ്വദിക്കുക, ഇവിടുത്തെ കാറ്റ് ആസ്വദിക്കുക, മഞ്ഞ് കോട എല്ലാം ആസ്വദിച്ച് ബാക്കി എല്ലാ ചിന്തയും തലേന്ന് മാറ്റിയിട്ട് ചുമ്മാ ഒരു റൈഡ് കിട്ടില്ലനാ, ഒന്നും പറയാനില്ല. ഞാനൊക്കെ ഇവിടെ വന്നേക്കുന്നതിന് കൈയും കണക്കുമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ഗ്യാപ്പ് റോഡ് കയറുമ്പം കിട്ടുന്ന ഒരു ഫീല് അടിപൊളിയാണ്. ഒന്നുമായിട്ട് നമുക്ക് കുറേ പോകാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ വഴി വരുവാണെങ്കിൽ മൂന്നാറിൽ നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് ആനയിറങ്കൽ ഡാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂപ്പാറയിൽ നിന്ന് കയറിയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആനയിറങ്കൽ ഡാം കണ്ടു. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തേയിലത്തോട്ടങ്ങൾ ഏഷ്യയിലാണോ അല്ലെ വേൾഡിലെന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഈ ലോക്ക് ഹാർട്ടൊക്കെ കേട്ടോ, ലോക്ക് ഹാർട്ടും ലക്ഷ്മി എസ്റ്റേറ്റും പിന്നെ നമ്മുടെ ഇഡ്ലി ഹിൽസും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഞാൻ എല്ലാം കൂടെ ഓടിച്ചിട്ട് വട്ടത്തിൽ കാണിച്ചു തരാം. പെരിയ കനാൽ എസ്റ്റേറ്റ്. നോക്ക സ്ട്രെച്ച് നോക്ക്. സിജണ്ണൻ നമ്മുടെ ഒരു ഫോളോവർ കേട്ടോ, വാഴൂരുകാരനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു തോന്നുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ചുമ്മാ മെസ്സേജ് ഇട്ടായിരുന്നു അതിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വായോന്ന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ കൂടെ ഒന്ന് റൈഡ് ചെയ്യാനുള്ള കൊതി കാരണം വന്നതാണ്. നമ്മുടെ റൈഡൊക്കെ ഭയങ്കര കോമഡിയാണ്, നല്ല സമയം എടുത്തുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് തീർത്തിയില്ലല്ലോ, പിന്നെ ഞാൻ മൊത്തത്തിൽ സ്ലോ ആണല്ലോ. ബ്യൂട്ടിഫുൾ. അവിടെയൊക്കെ ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയേഴ്സാണ്, പക്ഷെ അവിടെ നിന്ന് വെള്ളമില്ല കേട്ടോ. ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. നമുക്ക് അവിടെയൊക്കെ കോട ഇറങ്ങി പോകുന്നുണ്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള സൂര്യനെല്ലിയൊക്കെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അമ്പലങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ കൂടുതലും ടാറ്റയുടെയൊക്കെ ആട്ടോ ഈ എസ്റ്റേറ്റുകളൊക്കെ. കണ്ണൻദേവൻ മലനിരകൾ. ഇത് കണ്ണൻദേവനല്ലല്ലോ, ഇത് ലോക്ക്ഹാർട്ടൊക്കെയാണ്. ഇതൊരു പക്ക റൈഡിങ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ടെൻഡടിയും പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ റോഡും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്കല്ല ഇതുപോലെ കുറേ വ്യൂ പോയിൻറ്റ്സ് കാണാം. ഇവിടെ എന്നാലും മറ്റേ ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ പല ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ. പിന്നെ കടകളുണ്ട്, മാഗി കിട്ടുന്ന കടകൾ, ചായ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ കിട്ടും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ ഇപ്പം ഇവനാട്ടോ. ഇവനുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ അത്രയ്ക്ക് അറ്റാച്ച്ഡായി ചെക്കനുമായിട്ട്. പിന്നെ നിങ്ങളും നമ്മൾ ബൈക്കിൽ പോകുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് എന്തോ സന്തോഷമാണെന്നൊക്കെ പറയണേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ആ സന്തോഷമായിരിക്കും നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നത്. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ പെരിയ കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തും. ഇതാണ് അടുത്ത ഏരിയ. പെരിയ കനാലിൽ ഇവിടെ കണ്ടോ ടാറ്റയുടെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്. ഈ ഏരിയയിൽ എത്തുമ്പോഴേ ആ തേയിലയുടെ മണമാണ്. പെരിയ കനാൽ ടീ ഫാക്ടറി. ഇവിടെ മറ്റേ ടീ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തേയില കിട്ടും ഇവിടുന്ന്. പണ്ടൊക്കെ ഗ്യാപ്പ് റോഡ് കുറേ നാൾ ലാൻഡ് സ്ലൈഡ് ആയിട്ടൊക്കെ അടച്ചിട്ടായിരുന്നു. അത് നമ്മൾ പോകുമ്പോൾ ഒരു ഏരിയ, ഒരു പാറയൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. ബൈസൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറി വരുന്നൊരു ഏരിയ. അത് കംപ്ലീറ്റ്ലി പോയായിരുന്നു. ഇത് 2012 പോയായിരുന്നു തോന്നുന്നു. കോട എങ്ങോട്ടേ ഇറങ്ങും.
ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൂഡ് മാറും. മൂന്നാർ, മുട്ടുകാട്, ചങ്ങനാശ്ശേരി അക്കട, മുട്ടുകാട് എന്ന സ്ഥലമാണിത്. ഉണ്ടോ മേളിലൊക്കെ ഇത് കോട അടിച്ച് കിടക്കണേ. പുന്നം പറന്ന് തെന്നിപ്പറന്ന പുന്നങ്കിനാക്കളെല്ലാം. എനിക്ക് സ്റ്റിൽ മനസ്സിലാകാത്തൊരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് കോടയും ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പം ഞാൻ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവുന്നത്? ഇത്രയും വർഷം കണ്ടിട്ടും ഒരു മഴ പെയ്ത് നനഞ്ഞാൽ കൂടി ഞാൻ ഹാപ്പിയാണ്. ഇതൊരു കിടിലം വ്യൂ പോയിൻ്റാണ്, നല്ല ഹൈറ്റിലാണ്. തിരിച്ചേട്ടൻ ഇത്ര സ്ലോ ആയിട്ട് മൂന്നാർ കണ്ടിട്ട് കാണത്തില്ല. കോട ഇറങ്ങി ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ഓഫ് ദി ബ്യൂട്ടിഫുൾ. ഒന്നും ആയിട്ടില്ല, നമ്മൾ ഗ്യാപ്പ് റോഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോങ് വെയിറ്റ് ഗോ. ഇന്നുകൊണ്ട് തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മളാണോ? ഹലോ, ആണോ? ഞാൻ ഓർത്തിന് എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണ്. എവിടുന്നാണ്? തെങ്കാശിക്കാരാ. നമ്മുടെ തെങ്കാശി വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തെങ്കാശി സീരീസ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? സുന്ദരപാണ്ഡിപുരം റിക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത മൊമെൻറ്റ്സ് അതൊക്കെ. താക്കോല് കാണാൻ പോയതും. പിന്നെ ഗ്യാപ്പ് റോഡിനെ പറ്റി പറയുവാണെങ്കിൽ വേറൊരു കാര്യം പറയാതെ വയ്യ. എപ്പോൾ വന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ലുക്കുള്ളൊരു സ്ഥലം കേട്ടോ. ഒത്തിരി കരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും പക്ഷേ ഓൾമോസ്റ്റ് നല്ലൊരു റിഫ്രഷിങ് ഫീൽ വരുന്നൊരു റോഡായത്. കാര്യം വലിയ റോഡല്ലേ, നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാം. മറ്റേ വട്ടോടെയൊക്കെ പോകുമ്പോൾ ചെറുതല്ല, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ എതിരെ വരുന്നവൻ നമ്മുടെ നേരത്തോട്ട് എൻജോയ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഈ ഗ്യാപ്പ് റോഡിനെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മളിങ്ങനെ കയറി പോകുമ്പം അവിടെ ഒരു മുനിയറ അങ്ങനെ എന്തൊക്കെയുള്ളൊരു ഗുഹയുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഇപ്പുറം വരെ ഒരു സെക്ഷനും അത് കഴിഞ്ഞാൽ വേറൊരു സെക്ഷൻ. അത് കഴിഞ്ഞാണ് ശരിക്കും ലോക്ക് ഹാർട്ടൊക്കെ തുടങ്ങണേ. ഞാൻ കാണിച്ചു തരാം, ഒരു രക്ഷയില്ല. ഇപ്പോൾ നല്ല കോട കയറിയത് നല്ല ബളബള പളങ്കായിട്ട് കിടപ്പുണ്ടേ. ബ്യൂട്ടിഫുൾ. ആ മഴ 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 ഇതൊക്കെ നനയേണ്ട മഴയാണ്. പക്ഷെ എൻ്റെ ക്യാമറ ഒക്കെ നനയോ? നമ്മളിവിടെ വരെ എത്തി. ഇനി ഇതാണ് സൂര്യനെല്ലി പോകുന്ന വഴി കേട്ടോ. ഏതാ നമ്മുടെ കൊളുക്കുമലയൊക്കെ പോകാൻ വേണ്ടി. പക്ഷേ ഇത് മറ്റേ ഇതാ എന്നാ പോയിൻ്റ് പവർ ഹൗസോ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ പേര്. ആയി മഴ. ഓ കിടിലം മോനെ, കിടിലം പരിപാടി. ഫുള്ള് കോട, മഴ, പച്ചപ്പ്. നമ്മുടെ വണ്ടി ബിബിലണ്ണൻ സിജണ്ണൻ പുറകിൽ. പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പെരിയാനാൽ. വെള്ളമില്ലെന്ന് തോന്നുന്നു. വെള്ളമില്ല, ഉണ്ടോ? വെള്ളമില്ല, ശരി വെള്ളമേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജൂലൈ എൻഡ് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇവിടെ അടിപൊളിയാവും. മഴ നനയാനും കൂടി ഇറങ്ങിയ ട്രിപ്പായതുകൊണ്ട് നമുക്ക് ആ ഒരു പരാതിയൊന്നുമില്ല. ആവും. എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത് എനിക്കറിയത്തില്ല. അയ്യോ, മേ ബി ഇതിനൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ തന്ത വൈബ് എന്ന് പറയണേ. നമുക്ക് ആ ഒരു പ്രായത്തിലൊക്കെ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഈ റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്കതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്നില്ല. മേ ബി അതാവും ഈ തന്ത വൈബ് നമ്മുടെ ജീവിതത്തിലെ പെർസ്പെക്റ്റീവ്സും മെച്യൂരിറ്റിയൊക്കെ വരുമ്പോൾ ഒരു സാധനമായിരിക്കാം അത്. അവരുടെ ഏജിലുള്ളത് നോക്കുമ്പോൾ അതൊരു ഫൺ ഒരു പരിപാടി ആയിരിക്കാം. എന്തൊരാട്ടെ, എന്ത് രസമല്ലേ കാണാൻ. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് കാണുന്നൊരു ഫീല് നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. ഫുള്ള് പച്ചപ്പ്, മഞ്ഞല്ല മഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊടി വറക്കുന്ന നോക്ക്, കാണ്. ബ്യൂട്ടിഫുൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാറയുടെ ഒരു ഏരിയ ഇല്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര സീനായത്. ഇതിൻ്റെ താഴെയാണ് ബൈസൺ വാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കയറി ഇങ്ങനെ പോവാം. മൂടല്ലേ? എൻ്റെ ക്യാമറ ബാഗ് നനയണം. ജാക്കറ്റിൻ്റെ അകത്തൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കണു. ഇനി നമ്മൾ ഒത്തിരി വീശിക്കഴിഞ്ഞാൽ റോഡിൽ കിടക്കും. സോ നമ്മൾ പതിയെ പോവുക. ഉണ്ട് ഇതിൻ്റെ അടുത്ത് എവിടെയോ കാണാൻ മറ്റൊരു ഗുഹയുള്ളത്, തിരുട്ട് ഗുഹ അങ്ങനെ കണ്ട അതിന് പറയുന്നതെന്ന് തോന്നുന്നു. നല്ല മഴ. മഴയില്ല എന്നുള്ള പരാതി അങ്ങ് തീർന്നില്ലേ? വിശക്കുന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ തിന്നെ? അണ്ണാ എന്തെങ്കിലും കഴിച്ചാലോ? വിശക്കണോ? ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഒരു പരിപാടി നടന്നില്ല. അതെ നമ്മളിത് ഇവിടെ വന്നിട്ടൊരു മാഗിയും പരിപാടിയൊക്കെ അടിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ഷ്യാമും എബിനും ഒക്കെ വന്നേ. ഞാൻ കാണിച്ചു തരാം അവരൊക്കെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മളിത് മഞ്ഞ് കയറി കിടക്കുന്ന ഗ്യാപ്പ് റോഡിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. നല്ല മഴ പെയ്തേ. പോവല്ലേ?
എങ്ങനെയുണ്ട് ഞങ്ങളുടെ റൈഡ്? എങ്ങനെയുണ്ട്? ഗ്യാപ്പ് റോഡ് തുടങ്ങിയിട്ട് പോലല്ലേ, രാവിലെ ഇറങ്ങിയതാ. വീട്ടിൽ പോയിട്ട് പറയണം കേട്ടോ, നല്ല സൂപ്പർ റൈഡ് അടിച്ചിട്ട് വരാം. അവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലൗഡ് ബെഡ് ആട്ടാ. ഓ, വെള്ളമൊക്കെ നനഞ്ഞ് തണുക്കണു, ഉള്ളു തണുക്കണു. ഡബിൾ ഡെക്കർ KSRTC. ഇതാ കേട്ടോ മറ്റേ തിരുട്ട് ഗുഹ എന്ന് പറഞ്ഞ ഗുഹ. താഴെ ഫുള്ള് ക്ലൗഡാ. അയ്യോ, ശരിക്കും മൂന്നാർ എൻജോയ് ചെയ്യേണ്ടത് ഇങ്ങനെ കേട്ടോ. ഈ ഒരു വെതറാ വേണ്ടേ. എന്ത് രസമല്ലേ. അതായത് ഇങ്ങനെ മഞ്ഞിൽ കൂടെ കയറിപ്പോയി കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ മഞ്ഞ് പോകണം, എന്നിട്ട് അതിൻ്റെ വ്യൂ കാണണം. അതാണ് അതിൻ്റെ ഒരു സാധനം. അപ്പം നമുക്കിങ്ങനെ പോകുമ്പം ആ ലോക്ക്ഹാർട്ടിൻ്റെ അവിടെ കയറുമ്പം മഞ്ഞ് മാറുമായിരിക്കും എന്ന് വിചാരിക്കണു. നോക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഗ്യാപ്പ് റോഡിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ സംഭവം മറ്റേ പാറയുള്ള സ്ഥലമില്ലേ നമ്മളിപ്പോൾ നിർത്തിയത്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ്. ദ ബ്യൂട്ടിഫുൾ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ്. കിട്ടിയില്ലാൻ എസ്റ്റേറ്റാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ, പക്ഷേ കാണാൻ പറ്റില്ല, ഇപ്പം ഫുൾ മഞ്ഞാണ്. ഓ, ഇവിടെയൊക്കെ ഇങ്ങനെ കോട കയറി കിടക്കുന്നത് ഭയങ്കര റെയർ ആയിട്ടാട്ടോ. പക്ഷെ അപ്പുറത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓ, ഫുള്ള് ഡാർക്ക് അല്ലേ, ഭയങ്കര മൂടി കളറ്. മൂടി കളർ, മൂടി. അതായത് ഇവിടെ കുറേയൊക്കെ വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒന്നും കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല. ഓ, അവിടെ തെളിഞ്ഞെടുക്കോ താഴെ നോക്കാം, നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കാണാൻ പറ്റുമോ നോക്കാം. ആയ്, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ മഞ്ഞില്ല. ആഹാ, ഓ കിടലനല്ല, കിടലൻ. ഓക്കെ, നമ്മളെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ വരുവാണേ. അപ്പോഴത്തേക്കിനുമേ കോടമഞ്ഞ് അങ്ങോട്ട് കയറിയിട്ടൊരു പരിപാടി അങ്ങോട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ഡ്രോൺ അങ്ങോട്ട് ജസ്റ്റ് ഫ്ലൈ ചെയ്ത് ഫുള്ള് കോടയായിരുന്നു. കോടയുടെ മണ്ടലോട്ട് അങ്ങ് പൊക്കി വിട്ടു. ആ കാണുന്നതാണ് ചക്രമടി പീക്ക്. സൺസെറ്റും ഫുള്ള് ക്ലൗഡ് ബെഡും മഞ്ഞിങ്ങനെ ഒഴുകുന്ന കാഴ്ച, അതിൻ്റെ ഇടയ്ക്കൂടെ ആ റോഡ്. അയ്യോ, കിടിലം വ്യൂ ആണ്. ഞാൻ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ, അതായത് ഈ ഒരു സ്ഥലം ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഫസ്റ്റ് ടൈമാണ് ക്യാപ്ചർ ചെയ്യുന്നത്, കാണുകയും ചെയ്യുന്നത്. അൺബിലീവബിൾ പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഗ്യാപ്പ് റോഡിൽ കൂടെ നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് ഒന്ന് ആസ്വദിക്കാൻ മൈൻഡുള്ള ആ ഒരു സെറ്റപ്പിൽ വരുവാണെങ്കിൽ ഒരു ദിവസം തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ സ്ഥലവും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ടീ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ കുറച്ച് നേരം ബൈക്കൊക്കെ ഓടിച്ച് കളിച്ചു കേട്ടോ. അപ്പോൾ ഇന്നുകൊണ്ട് ഗ്യാപ്പ് റോഡ് മൊത്തത്തിൽ കാണിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചത് ഈ വഴി കൂടെ. വെരി ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ലാത്ത പരിപാടി. മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, കോടയും പച്ചപ്പും. ഭയങ്കര രസം കേട്ടോ. ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ആ ഒരു ക്ലൗഡ് ബെഡ് കണ്ടോ, എന്ത് രസമല്ലേ. അപ്പുറത്ത് നമ്മളെ വന്ന വഴിയിലെ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മളങ്ങനെ അതിലെ കൂടെ കുറേ നേരം വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ച് കുറേ നേരം ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നിന്ന് കേട്ടോ. എന്നിട്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ഒരു ലോക്ക്ഹാർട്ടിൻ്റെ ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഞാൻ കാണിച്ചു തരാം. ഇവിടെ പകൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ. നോക്കട്ടെ, നാളെ പകൽ നമുക്ക് കണ്ടിട്ട് വരാൻ പറ്റുവാണെങ്കിൽ അത് കാണിച്ചു തരാം. നമ്മൾ ഗ്യാപ്പ് റോഡൊക്കെ കറങ്ങിയിട്ട് രാത്രിക്ക് വന്നിട്ട് ദേ ഇവിടെയാണ് കിടന്നത്. ഇത് നമ്മുടെ റൂബക്ക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേ ആണ്. 1500 രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള വീട്, റൂമുണ്ട് കേട്ടോ. 3-4 റൂമുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ അവിടെ കിടന്നു. അണ്ണൻ അവിടെ ഉണ്ട്. സിജിയണ്ണൻ എന്തേ അങ്ങോട്ട് പോകുന്നു. സിജിയണ്ണൻ എന്നാ മസിൽ പിടിച്ചിരിക്കുന്നത്? ഓയ്, മസിൽ പിടുത്തൊന്നും വേണ്ട നമുക്ക്. ചിച്ചേ ഈ പിന്നെ ഇവിടുന്ന് മൂന്നാറിൻ്റെ ഒരു കിട്ടിലും വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ അങ്ങ് ഗ്യാപ്പ് റോഡൊക്കെ കാണാൻ പറ്റും. നമ്മൾ രാവിലെ എണ്ണീറ്റിട്ട് ഇവിടെ റഫീഖ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ കയറിയപ്പോൾ നമ്മുടെ റഫീഖ് നമ്മുടെ ഫോളോവറാണ്. റഫീഖ് അവിടുത്തെ ഇത്തായും മകനുണ്ട് സച്ചു. അപ്പോൾ സച്ചുവിനെ നമ്മളോട് റൈഡ് വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമെന്നൊക്കെ പറഞ്ഞിട്ട് അവനും കൂടിയിട്ടുണ്ട്. പിന്നെ യാസിൻ എന്ന് പറഞ്ഞിട്ട്
വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ റൂബക്ക്, യാസീന്, സച്ചു, അന്നെ. ഇപ്പോൾ നമ്മൾ പോവാണ്. എങ്ങോട്ടെന്ന് അറിയത്തില്ലാത്ത മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡിൻ്റെയോ എന്താന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വെതറിൽ ഇവിടെ എവിടെ പോയാലും ഒരു രക്ഷയില്ലായിരിക്കും. പോന്നെ. ഇത് ടൗണിൽ തന്നെ കേട്ടോ. ടൗണിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് കയറിയാൽ മതി. നൈസാ. ഗ്ലൗസ് എടുത്തില്ല. പോവാം. ഞാൻ മൊത്തത്തിൽ ഇച്ചിരി ഒരു സ്ലോ ഉള്ള ഒരാളാണ് കേട്ടോ. സ്കൂളിലാണേലും കോളേജിലാണേലും ഏറ്റവും ലാസ്റ്റ് ചെല്ലുന്ന കുട്ടി എന്നുള്ള പേരുള്ള ഞാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ലൈഫിൽ ഒത്തിരി സ്ലോ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എല്ലാം എൻജോയ് ചെയ്താൽ ചെയ്യുന്നതെന്ന്. എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. കോടയടിച്ചടക്കുന്ന മൂന്നാർ, അതിൻ്റെ അപ്പുറത്ത് ഗ്യാപ്പ് റോഡ്. ഗ്യാപ്പ് റോഡ് ശരിക്കും പറഞ്ഞൊരു സിഗ്നേച്ചർ ഐറ്റമായിട്ടുണ്ട് മൂന്നാറിൻ്റെ. ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിടക്കും. മഞ്ഞുകൾക്ക് മുകളിലൂടെ നോക്കുമ്പം ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുമേ. സോ നമ്മൾ താഴെ എത്തി. ഇനിയിപ്പോൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് അവരുടെ പുറകെ അങ്ങ് പോകുന്നു. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു ട്രിപ്പ്. മൂന്നാറിൻ്റെ ഒരു ജിയോഗ്രഫി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതാണ് മൂന്നാർ ടൗൺ എന്നൊക്കെ പറയുന്നത്. സെൻറ്റർ. ഇതൊരു ഇന്ത്യൻ ഓയിൽ പമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് എവിടെ പോകാനുള്ളത്. ഗ്യാപ്പ് റോഡാണേലും വട്ടവടയൊക്കെ ആണെങ്കിലും പോകേണ്ടത് ഈ വഴിക്കാണ്. പിന്നെ ഈ വഴി ബാക്കിലോട്ട് അതിലേ പോകുമ്പോഴാണ് നമ്മുടെ മറ്റേ സംഭവമില്ലേ, നമ്മൾ കാന്തല്ലൂർ മറയൂർ ആ റോഡാണ് ആ സൈഡ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോയിട്ട് ലെഫ്റ്റ് പോകുമ്പോഴാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ഏരിയ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ സെറ്റപ്പ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. മൂന്നാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ ഇവിടുത്തെ ഈ നൂല് മഴ. കണ്ട, നമ്മൾ നനയുമോയെന്ന് ചോദിച്ചാൽ നനയത്തില്ല, നനയുമോയെന്ന് ചോദിച്ചാൽ നനയും. അങ്ങനെ വേണേൽ പറയാം. അങ്ങനെയല്ലല്ലോ പറയണ്ടേ. നനയത്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ നനയത്തില്ല, നനയുമോയെന്ന് ചോദിച്ചാൽ നനയും. അതാണ് കറക്റ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഇത് വീഴുന്നുണ്ടോ? അങ്ങനത്തെ ഒരു നൂല് മഴ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഭയങ്കര രസമായി ഫീൽ ചെയ്യാൻ തന്നെ. സുഖമല്ലേ? ഇത് റുബക്ക്, ഇത് സച്ചു. ഇവരൊക്കെ മൂന്നാറിൻ്റെ സ്വന്തം മക്കളാണ്. ഇപ്പം നമ്മളും. അപ്പോൾ അവിടെ ഏതോ ഗ്യാപ്പ് റോഡിലോട്ട് കയറാൻ വേണ്ടി ഒരു വേറെ ഏതോ വഴിയുണ്ടെന്ന് പറഞ്ഞേ. ആർക്കും അറിയത്തില്ലാത്തൊരു വഴി. അപ്പം അങ്ങോട്ട് പോയി ആ വഴി നമുക്ക് പോകാമെന്നാണ് പ്ലാൻ. എന്ത് മൂടല്ലേ ശരിക്കും. മൂന്നാറൊരു കിട്ടില്ല സ്ഥലം കേട്ടോ. എന്തോരം വന്നാലും മടുക്കത്തില്ല. മൂന്നാറിൻ്റെ നൂൽമഴ ഒരു പ്രത്യേക മൂടൊക്കെ തന്നെയാണ്. അത് ആസ്വദിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് മഴ കൂടി. ഇത് റെയിൻകോട്ട് പരിപാടിയെല്ലാം കയറ്റി കേട്ടോ. പുതിയ റെയിൻകോട്ട് നമ്മൾ മേടിച്ചാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്കിനി മഴയത്ത് ഒത്തിരി പോകണമല്ലേ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്ത് കിടക്കാൻ നല്ല രസമാട്ടോ. പിന്നെ ഈ ഫുട്ബോളിൻ്റെ ഒരു സമയം കൂടെ ആയതുകൊണ്ട് അർജൻറ്റീന, പോർച്ചുഗൽ, ബ്രസീൽ കൊടികൾ പറന്നുകൊണ്ട് ഫ്ലെക്സും ഉണ്ട്. ഇന്നൊരു തിങ്കളാഴ്ച, അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. അല്ല ഈ സമയത്തൊക്കെ ഇവിടെ ബൂക്കുറ്റി തിരക്കായിരിക്കും. കാര്യം ചെക്കൗട്ട് ചെയ്തിട്ട് പോകുന്ന സമയം എല്ലാവരും. സൈലൻറ്റ് വാലി പോകുന്ന വഴിയാണല്ലോ. ഇവിടെ ആണെന്ന് ബിവറേജ്, അതിൻ്റെ തിരക്കാന്ന് തോന്നുന്നു. അതായത് ഈ വഴിയല്ലേ, ഈ വഴി നേരെ പോകുമ്പോഴാണ് സൈലൻറ്റ് വാലി. നമ്മളന്ന് വട്ടോടെ പോയപ്പോൾ തിരിച്ച് കയറി വന്നില്ല, ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉള്ളത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് നേരെ ഇവിടെ പോകാൻ പറ്റുമേ. മീശപ്പുലിമലയില്ലേ, അതും ഈ വഴിയാണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് കയറി പോണേ. അപ്പോൾ അവിടെ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീപ്പിന് അപ്പുറത്തൊരു ഓഫീസുണ്ട്, അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഈ വഴി പോയി നമുക്ക് മറ്റേ കറങ്ങി അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ വഴി എത്താം. നമ്മുടെ എന്തായാലും പറയണേ, മാട്ടുപ്പെട്ടി ഡാമിന് മേളിൽ എക്കോ പോയിന്റ് ഇല്ല, അവിടെ എത്താൻ പറ്റും. ഓ, ഇതാണ് ഗ്രഹാംസ് ലാൻഡ് ഡിവിഷൻ. ആണ്ട് ഗ്യാപ്പ് റോഡ്, ആ കാണുന്നതാണ് ഗ്യാപ്പ് റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് കയറാൻ വേണ്ടി എന്താ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുകയല്ലേ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടീ എസ്റ്റേറ്റ്, അതായത് മറ്റേ പാറ്റേൺ ഒക്കെ പോലെ കിടക്കുന്ന, ഫിംഗർ പ്രിൻ്റ് ഒക്കെ പോലെ കിടക്കണില്ലേ, അതൊക്കെ ഇതിൻ്റെ അപ്പുറത്താട്ടോ. നമ്മുടെ ദേവികുളത്ത് നിന്ന് ഉള്ളിലോട്ട് കയറി. അത് ലോക്ക്ഹാർട്ട് ടീ എസ്റ്റേറ്റ് ആണ്, മാൻലെ എസ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നു. അവിടെ ഒരു കിടിലം ബംഗ്ലാവ് ഇരിക്കണു. ഓ, അവിടെയൊക്കെ ചുമ്മാ 2 ദിവസം വന്ന് നിൽക്കണം അല്ലേ. നമ്മൾ ആ വഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആ അതെ, അതിലൊരു വഴിയുണ്ട്. ഓ കിടിലൻ. ഓ സെക്സി ബംഗ്ലാവ്. അത് ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കിയേ. ഓ കിടിലൻ. തേയിലപ്പണിക്കാർ. നിങ്ങളൊന്ന് കുറച്ച് വർഷം ഒന്ന് പിന്നിലോട്ട് പോയി നോക്കിയേ. ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തിന് മുമ്പ് ഇതൊക്കെ കാടുകളാണ്. തേയില എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇല്ല. അവർ കാടൊക്കെ വെട്ടി അവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ എസ്റ്റേറ്റൊക്കെ ആക്കി മാറ്റിയതാണ്. എന്തോരം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കുഞ്ഞൊരു ഓഫറോട് ഓക്കെ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞത്. ഇവിടെ കൂടുതൽ എസ്റ്റേറ്റുകളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ഈ ഇവിടുത്തെ ഈ
ടീ എസ്റ്റേറ്റുകളില്ലേ, ഇപ്പം കണ്ണൻദേവൻ്റെ ആണെങ്കിലും ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ കിടിലം കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അത് പെർമിഷനില്ല നമുക്ക് പോകാനായിട്ട്. അങ്ങനെ സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ മൂന്നാർ ഈ സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് എന്ന് വേണേൽ പറയാവേ. ഓ ഇതാ ബംഗ്ലാവ്, എന്ത് രസം നോക്കുക, സ്ഥലം നോക്കി. ഓ ചുമ്മാ വന്ന് 2 ദിവസം കട്ടൻ കാപ്പിയൊക്കെ അടിച്ച് ഇരിക്കണം അല്ല അതിൻ്റെ അകത്ത്. അങ്ങനത്തെ ലൈഫൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു ടെൻഷനും ഇല്ലാതെ, ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മൾ ടൂർ പോകുമ്പോൾ പോലും നമ്മൾ ഓഫീസിലെ കാര്യം നമ്മുടെ തലയിൽ കാണും, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളുടെ തലയിൽ കാണും. ടെൻഷനല്ലേ? ഫ്രീ ആയിട്ടൊക്കെ ആരും യാത്ര ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെയൊക്കെ ഒരു വലിയ ഡ്രീം അതാ, ഭയങ്കര ഫ്രീ ആയിട്ട് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുക. ഞാനിപ്പോൾ ഇവരും കൂടെ ഒക്കെ എവിടെയെങ്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടില്ല 2 ദിവസമായി മൂന്നാർ നിൽക്കുക. മൂന്നാർ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, ഗ്യാപ്പ് റോഡ് മാത്രമേ ഉള്ളൂ. അടി സക്കേ, ആഹാ താഴെ ബംഗ്ലാവ്. ഇത്തിരി ഓഫ് റോഡ് കിട്ടി. ഓ ഇവിടെ നിന്നാ മൂന്നാർ ടൗൺ ഫുള്ള് കാണാം. അതെ മൂന്നാർ കോളനി. നമ്മളിത് ഗ്യാപ്പ് റോഡിൽ കയറി അടി കൊള്ളാലോ. അതായത് നമ്മൾ അങ്ങനെ ആ വഴി കൂടെ കയറി മേളിലെത്തിയില്ലേ, മേളിലെത്തുമ്പോഴാണ് നമ്മൾ ഗ്യാപ്പ് റോഡിലെത്തുന്നല്ലോ. അതായത് ഗ്യാപ്പ് റോഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ട്രെച്ചാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് കോട കയറി വരുന്നു, തേയിലത്തോട്ടങ്ങൾ, ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം ഡയലോഗ്, ഒരു രക്ഷയില്ലാത്ത ഫീല്. അതായത് നമ്മളിങ്ങനെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ കോട കാണുകയല്ലേ, ഈ കോട കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇനി ഫുള്ള് ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ ഒരു വളവ് കഴിയുമ്പം ആ കോടയ്ക്കിടയ്ക്കൂടെ നമ്മൾ ചാടി വേറൊരു കിടീലം വഴിയിലെത്തും. അവിടെ ഫുള്ള് വിസിബിൾ ആയിരിക്കും കാര്യങ്ങൾ. രൂപക്ക് പറഞ്ഞാൽ ഇവിടെ കുറേ വേറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, പുറത്തുനിന്ന് ആൾക്കാരൊന്നും കയറി പോകാൻ പറ്റില്ലാത്ത, പെർമിഷനൊക്കെ എടുത്ത് കയറി പോകാൻ പറ്റുന്ന കുറേ ആനകളുടെ ശല്യമൊക്കെ ഉള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് സിഗ്നൽ പോയിൻറ്റ്. ഇത് ഈ റോഡിലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ സിഗ്നൽ പോയിൻറ്റിൽ സിനിമ ഷൂട്ടിംഗ് ഉണ്ടല്ലോ. സിഗ്നൽ പോയിൻറ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ദ വൺ ആൻഡ് ഓൺലി ഫേമസ് ഇഡ്ലി ഹിൽസ്. കണ്ണൻദേവൻ്റെ ടീ എസ്റ്റേറ്റാണ്. ഇഡ്ഡലി പോലെയാണ് അതിൻ്റെ കുന്നുകളിരിക്കുന്നത്, ഇഡ്ഡലി പോലെയാണ്. അപ്പോൾ മാസ്മരിക ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു കുറച്ചിലായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ മോനെ എന്ത് കളറല്ലേ! ഇതാണ് നിങ്ങളുടെ അണ്ണൻ്റെ ചായക്കട. അണ്ണ 2 ബൂസ്റ്റ് വിത്തോട്ട്, ബാക്കി നിങ്ങൾ പറഞ്ഞു. അണ്ണൻ്റെ മുഖത്ത് ആ ഒരു നമ്മളോടുള്ള സ്നേഹമുണ്ട്. ബൂസ്റ്റ് is the secret of അബുദാബിയിൽ നിന്നും സിജി അണ്ണൻ. സിജി അണ്ണ പറ, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? എങ്ങനെയുണ്ട് വന്നപ്പോൾ എക്സ്പെക്ടേഷൻ എന്നായിരുന്നു? വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളെ കണ്ടു. അതല്ല, നമ്മുടെ കൂടെ വരുന്നതിന് മുമ്പുള്ള ഒരു മനസ്സിലുള്ള സാധനം, വന്നു കഴിഞ്ഞിട്ടുള്ള സാധനം എന്തായിരുന്നു? വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ പിന്നെ മനസ്സിലാക്കിയായിരുന്നു. മനസ്സിലാക്കിയായിരുന്നു കൊള്ളുകയില്ലാത്തവനാണോ? കൂടെ കൂടാൻ പറ്റിയനാണ്. എന്നിട്ട് അതിന്റെ കൂടെ നമ്മള് അങ്ങനെ അതിന്റെ കൂടെ നമ്മുടെ ബിബിളും കൂടെ വന്നപ്പോൾ പൂർത്തിയായി. ഞങ്ങൾ 2 ദിവസം കൊണ്ട് 50 കിലോമീറ്റർ ഓടിച്ചോ? ഇല്ല, 50 ഓടിച്ചിട്ടില്ല. ഇല്ല മതി. മതി. ഹാപ്പി അല്ലേ? മോ ഹാപ്പി അല്ലേ? നമ്മൾ ബ്യൂട്ടിഫുൾ സിഗ്നൽ പോയിന്റ് കണ്ടു. സിഗ്നൽ പോയിന്റ് അപ്പുറത്ത് ഇഡ്ലി ഹിൽസ് കണ്ടു. ഇഡ്ലി ഹിൽസ് കഴിഞ്ഞ് നമ്മളിത് മൂൺസണ്ണിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ചായയും കടിയും എല്ലാം അടിച്ചു. ഇനി നമ്മളെവിടെ പോകുന്നേ? മാൻലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകൾ. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചായയൊക്കെ കുടിച്ച്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു മൂഡൊക്കെ എൻജോയ് ചെയ്ത് നൈസായിട്ടൊരു ഡ്രൈവ്. കോട ഇഷ്ടം പോലെ കിട്ടും, മഴ ഇപ്പോൾ വരുവാണെങ്കിൽ കിട്ടും, പിന്നെ സമാധാനം അൺലിമിറ്റഡ്. ഇഡ്ലി ഹിൽസിൻ്റെ വ്യൂ അടിപൊളി കേട്ടോ. ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അവിടെ വേറെ മരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആ ഒരു തേയിലത്തോട്ടൻ്റെ പാറ്റേണൊക്കെ നല്ല രീതിയിൽ കിട്ടും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജൊക്കെ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ അറിയത്തില്ല. ഇതേ ഡബിൾ ഡെക്കർ 2 ടൈപ്പാണ് കേട്ടോ. വേറൊരു നീല കളറുണ്ട്, ഡാർക്ക് ബ്ലൂ. 2 ഇതല്ലത്, അതല്ലിത്. അതായത് ഗ്യാപ്പ് റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം
ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ, സാമൂഹിക ആരോഗ്യ കേന്ദ്രം ദേവികുളം. അയ്യോ, നമുക്ക് ആ വഴി കയറ്റി എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ദേവികുളം കേട്ടോ. ദേവികുളത്തിലെ കുറേ എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ജയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെവിടെ അല്ലേ, അത് എന്താ ഇവിടെ ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ ഇങ്ങനെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, മേ ബി ഒരു ഹലൂസിനേഷൻ ആവാം. ഇവിടെ ഒരു ജയിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ആയിരിക്കാം മൂന്നാറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന റോഡുകൾ. നല്ല രസമല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് മാൻലേ എന്ന് പറഞ്ഞിട്ടൊരു എസ്റ്റേറ്റ് ആണ്. അവിടെയാണ് മറ്റേ തന്നെ ഗേറ്റ് ഓഫ് ഹെവനോ റോഡ് ഓഫ് ഹെവനോ റോഡ് ത്രൂ ഹെവൻ എന്ന് പറഞ്ഞാൽ മറ്റേതാണ്, റാൻ ഓഫ് കച്ചാണ്. പക്ഷേ ഇവിടെ അങ്ങനെ എന്തൊക്കെ ഒരു പേരിട്ടിട്ടുണ്ട്. അത് രണ്ട് സൈഡിൽ തേയിലത്തോട്ടം, നടുക്കൂടെ ഒരു കുഞ്ഞ് റോഡ്, അവിടെ ഒരു മരം നിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഒരു ഇൻഫിനിറ്റി ലുക്ക് കിട്ടുന്നൊരു സംഭവം. അതേ പോലീസ് സ്റ്റേഷൻ, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, ദേവികുളം പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഒരു ജയിലും കൂടെ ഉണ്ടെങ്കിൽ അതേ അമ്മര്. സ്പെഷ്യൽ സബ് ജയിൽ. യെസ്, ദേവികുളം സ്പെഷ്യൽ സബ് ജയിൽ. അപ്പോൾ നല്ലൊരു കയറ്റം കയറണം. കോൺക്രീറ്റ് ഇട്ട വഴിയാട്ടോ. കോർട്ട് റോഡെന്നാണ് ഇതിന് പറയുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി അങ്ങ് വരുമ്പോഴത്തേക്കിനും നല്ലൊരു കിടിലൻ തേയിലത്തോട്ടം കാണാം. ഇന്നത്തെ തേയിലത്തോട്ടത്തിൽ കയറി ശരിക്കും പറഞ്ഞാൽ ഈ തേയിലത്തോട്ടമൊക്കെയാണ് നമ്മൾ മറ്റേ ലോക്ക്ഹാർട്ട് വ്യൂ പോയിൻ്റൊക്കെ ഇരിക്കില്ലേ, അപ്പോൾ താഴെ കാണുന്നതൊക്കെ ഈ ഒരു തേയിലത്തോട്ടം. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴി ഇത്തിരി മോശമാണേ. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. എങ്ങനെയൊക്കെയോ കുറേ റീലുകളിലൊക്കെ വന്നതങ്ങ് ഹിറ്റായതാണ്. പണ്ടൊക്കെ ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാമായിരുന്നു. ഇപ്പം എൻട്രി പാസോ അങ്ങനെ എന്തൊക്കെയോ വെച്ചു എന്ന് കേട്ടു. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ടേ. ഇവിടെ ആയിരുന്നു ആ ചെക്ക് പോസ്റ്റ്, ഇവിടെ അടുത്ത കണ്ട. യെസ്, സെക്യൂരിറ്റി അണ്ണൻ അവിടെ നിൽപ്പുണ്ട്. ഡോർ ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡോർ ഓഫ് ഹെവൻ. ഈ ഒരു ഫ്രെയിമാണ്. സി അടിപൊളി. ആളിലെ നൈസായിട്ട് നല്ലൊരു ഫ്രെയിമായത് കേട്ടോ. നല്ല സ്ഥലമാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു മെയിൻ വ്യൂ പോയിൻ്റായി. പാസ്സൊക്കെ വെച്ച് കയറുന്നത്. അണ്ണാ വാണ്ണ പോണ്ണ. ഇവിടെയാണ്, അതായത് ഇതിൻ്റെ താഴെയാണ് മറ്റേ നമ്മുടെ വിരലിൻ്റെ ഇതില്ലേ, ഫിംഗർ എന്നാ പറയുന്നത്, ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു സാധനമല്ലേ, അങ്ങനത്തെ ലുക്കിൽ തേയിലത്തോട്ടമുണ്ട് ഇതിൻ്റെ താഴെ. നല്ല രസം. മേളിൽ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ കൈയുടെ ഒരു ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കും. ഓ വാവ്, എന്ത് രസമാണ് നോക്കിയ സ്ഥലം. നമ്മൾ ഇവിടെ ഇങ്ങനെ വരുമ്പം ഇവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട് കേട്ടോ, ഒരു ക്ഷേത്രമുണ്ട്. ഇതായിരിക്കാം മാൻലേ ഗ്രാമം. താഴെ ഒരു പള്ളിയുണ്ട്, ഒരു ചെറിയൊരു ഗ്രാമം. ഓ, ഇവിടെ നിറച്ച ആൾക്കാരുണ്ടല്ലോ. പോകുന്നില്ലേ? വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ട അണ്ണനാ. ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇങ്ങനെ മൂന്നാർ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞങ്ങളോട് വന്ന വെറൈറ്റി ആയിട്ട് കാണാം. പതുക്കെ ഇവർക്ക് ഇതൊന്നും കണ്ടിട്ടൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലെന്നേ. അല്ലേ, ഇത്രയും നല്ല സ്ഥലം കണ്ട് ഇവന്മാർക്കൊന്നും എക്സൈറ്റ്മെന്റ് ഇല്ല. നീ ഹാപ്പി ആയോ? ഹാപ്പി അല്ലേ? കാണട്ടെ അണ്ണ, ഹാപ്പി അല്ലേ? അങ്ങനെ മാൻലേ എസ്റ്റേറ്റ് മഴ പെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഞാൻ ഏതായാലും ഗ്യാപ്പ് റോഡിൽ കയറിയിട്ട് നിങ്ങളോട് ടാറ്റ പറഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ പോയാലും നമുക്ക് ആ ഗ്യാപ്പ് റോഡിനോട് എത്താൻ പറ്റും. പക്ഷെ ഓഫ് റോഡാണ്, നല്ല വഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിൽ പോയില്ല. അതുപോലെ അണ്ണൻ്റെ ക്ലാസിക് 350 ആണ്. മാൻലേ എസ്റ്റേറ്റിനോടും ഡോർ ഓഫ് ഹെവനോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഗ്യാപ്പ് റോഡിലോട്ട് കയറുകയാണ്. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മഴ വീഡിയോ എവിടെയെന്ന്. ഇതിപ്പോൾ ഫുള്ള് മഴയും കോടയും മഞ്ഞും പച്ചപ്പും ഹരിതാപയും ഊഷ്മളതയും മാത്രമുള്ളൊരു വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് റൈഡ് അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ,
പിന്നെ ഗ്യാപ്പ് റോഡിൻ്റെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാണാം. ഓക്കെ, വരണം. പോയിട്ടില്ല, ഞാൻ ഗ്രൂപ്പിലിടാം, വായോ, അല്ല മെസ്സേജ് അയക്കാം. സച്ചുവേ പോവാ. അപ്പൊ ഉമ്മാനോട് പറയാ, ഇത്താത്താനോട് പറയാ, വാപ്പാനോട് പ്രത്യേകം പറയാം. കേൾക്കുന്നുണ്ടായിരിക്കും എന്നാലും. ഓക്കെ, കാണാം. ശരി കേട്ടോ, അപ്പൊ കാണാം. താങ്ക് യു. അടുത്ത പ്രാവശ്യം നമുക്ക് കിടലായിട്ട് പ്ലാൻ പണ്ണാം. എന്താണ് നിങ്ങൾ മധ്യവയസ്കർ തമ്മിലൊരു രഹസ്യം പറച്ചില്? യൂത്ത് കാണാണോ? സൂക്ഷിച്ചു കേട്ടോ. ഇന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ പോയാൽ മതി. ഉമ്മാനെ കാണാൻ ഞാൻ വരുന്നെന്ന് പറഞ്ഞാല്. ശരി, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇറങ്ങി പോവായിരിക്കും. എടോ ഇങ്ങോട്ട് ഇവിടെ ബാ ഇവിടെ. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ചെറിയ ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോ. കുറേ എൻജോയ് ചെയ്തു. നല്ല മഞ്ഞ്, മഴ ആസ്വദിച്ചു, കുറേ പുതുച്ചക്കന്മാരെ കണ്ടുകിട്ടി. അതായത് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി കിടക്കാൻ ഇടമായി. എല്ലാം കൊണ്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ സൈനിങ് ഓഫ്.